ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മൾ രണ്ടാളും കൂടി ഷോപ്പിൽ നോക്കിയിട്ടെ. എല്ലാവരും നല്ല ഡ്രസ്സെല്ലാം ഇട്ട് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടാ. ചെറിയൊരു കേക്ക് മുറി പരിപാടികളൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടില്ല. രാവിലെ തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ കുറവാണ്. പക്ഷേങ്കിൽ രാവിലെ ഒരു ചെറിയൊരു കാത് കുത്ത് ഉണ്ടായിരുന്നു കേട്ടാ. എന്തായാലും നല്ല ദിവസത്തിൽ നല്ലൊരു കാത് കുത്ത് കേട്ടാ. അപ്പോൾ കാത് കുത്ത് വേഗം കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് ലഡു എല്ലാം കൊണ്ടു തന്നിന്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കൂടി ലഡു ഒക്കെ ഒന്ന് കഴിച്ച് നല്ല ഹാപ്പി കേട്ടാ. നമ്മളെ ഷോപ്പിൽ പണ്ട് മുതലേ കുട്ടികളെ കാതുകുത്ത് കംപ്ലീറ്റ് സൗജന്യം കേട്ടാ. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ എല്ലാ കുട്ടികളെ കാതുകുത്തും നമ്മളാണ് കുത്തല്ലേ. പിന്നെ വിഷുവായിട്ട് നമ്മളെ ജ്വല്ലറി ചെറുക്കണമെന്ന് ചമയിച്ചു കേട്ടാ. നോക്കിയേട്ടെ, മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പ് വന്നേ. പക്ഷേങ്കിൽ ഒറിജിനൽ പോലെ തന്നെ കേട്ട സാധനം മൊത്തത്തിൽ അങ്ങ് ഫ്രണ്ട് കംപ്ലീറ്റ് അങ്ങ് ചമയിച്ചിന് കേട്ടാ. ഇതുപോലെ നമ്മുടെ സലൂണിലും കൊന്നപ്പൂ ചമയിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും വിഷു എന്ന് പറയുമ്പോൾ അതിനൊരു അലങ്കാരങ്ങളൊക്കെ വേണ്ടേ, അതുകൊണ്ട് നല്ല കണ്ടീഷനാക്കി ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സ്റ്റാഫെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുവല്ലേ. അപ്പോൾ വിഷുവിൻ്റെ പഴയ ഓർമ്മകളൊക്കെയാണ് ഒരാൾ സംസാരിക്കുന്നത്. അശ്വതി, വിഷുവിനെ പറ്റി എന്താ പറയാനുള്ളത്? അശ്വതി, നമുക്ക് വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര ആഘോഷമാണ്. കാരണം ചെറുനമ്പത്തെ ഉത്സവം 7 ദിവസം ഉത്സവം ഉണ്ടാവും വിഷുവിന്റെ സമയത്തല്ലേ. ഭയങ്കര ആഘോഷമുള്ളതാണ് നമുക്ക് നമ്മുടെ നാട്ടില്. ഈടെ ദിവസം എല്ലാം പോയി. ഇവിടെ തുമ്പിന് അങ്ങനെയൊന്നുമില്ല. വിഷു ഒരു ആഘോഷം തന്നെയാണല്ല. കണി വെക്കണം, എന്നാലും ഒരു വൈബൊക്കെ പോയി കിട്ടിയല്ലേ. ശാലിന്റെ വിഷു എങ്ങനെ? ശാലിന് എന്തെല്ലാരും പറഞ്ഞു? എല്ലാവരും അയൽവക്കാരും എത്ര ആൾ? കുറേ ആൾക്കാരുണ്ടാവുക? കുറേ ആൾക്കാരുണ്ട്. ഓ, എന്നിട്ടുള്ള പരിപാടിയാ? കൂട്ടുകൂടുമ്പോ ശാലിക്കാന്ന് ശരിക്കും ആഘോഷല്ലേ. ഭാവനൊക്കെ എങ്ങനെയാന്ന്? ഭാവന അടിപൊളിയാണ്. എന്തല്ല പരിപാടി? എന്നാണ് ഭക്ഷണം? സാമ്പാറും ചോറും കൂടിയാണല്ല. അടിപൊളി കേട്ടല്ല. നമ്മളാൾക്കാർ വിഷുവാഘോഷങ്ങൾ എല്ലാവരും ഏതാണ്ട് ഒരുപോലെ തന്നെ കേട്ടാ. പടക്കം പൊട്ടിക്കൽ, കണി കാണൽ, ഡ്രസ്സ് എടുക്കൽ, പിന്നെ കറങ്ങാൻ പോക്ക്, ബന്ധു വീട്ടിൽ പോക്ക്, ടൂറ് പോക്ക്, ഇതെല്ലാമാണ് വിഷുവിൻ്റെ പരിപാടിയായിട്ട് നടക്കുന്നത്. എന്തായാലും നമ്മളെ ഷോപ്പിലെ സ്റ്റാഫെല്ലാം വിഷുവിന് വളരെ ഹാപ്പിയാണ്. നാളത്തെ പരിപാടിയൊക്കെ മൊത്തം പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ഏതായാലും നടത്തിയിട്ട്, പക്ഷേ നമുക്ക് കുറച്ച് ടീം വരാണ്ട് കേട്ടാ. നമ്മളവർ വെയിറ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മളെ ശ്രുതിൻ്റെ ടീം. സലൂണിലുള്ള കുറേ ഗേൾസ് ഉണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ആയില്ലാന്ന്. അവർക്കപ്പുറം കുറച്ചധികം മേക്കപ്പ് വേണം തോന്നുന്നു. ഡ്രസ്സിങ്ങും മേക്കപ്പെല്ലാം കുറച്ച് അധികമായിരിക്കുമല്ല, എല്ലാവരും ബ്യൂട്ടീഷ്യന്മാരല്ലേ. അപ്പോൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തിരിക്കലാന്ന്. അശ്വതിക്കല്ല ശരിക്കും മടുത്ത് കേട്ടാ. കുറേ സമയമായി ഇവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മളെ ഷബീറിൻ്റെ ടീമിനില്ല, മടുപ്പൊന്നുമില്ല കേട്ടാ. അവർ പറഞ്ഞു പോയിത്തോട്ടാ, അവർ മെല്ലെ വന്നോട്ടെ, അവർ കുറേ ആൾക്കാരില്ലേ, മെല്ലെ വന്നോട്ടെ എന്ന് ഷബീറും കേട്ടാ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ ടീം ഇറങ്ങിയിട്ട് കേട്ടാ. എല്ലാവരും കൂടി നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരികളായിട്ടുണ്ട്. നമ്മളെ ടീമിൻ്റെ ലീഡർ ശ്രുതി മുമ്പ് തന്നെ ഉണ്ട് കേട്ടാ. ശ്രുതിൻ്റെ സാരിയിൽ നോക്കിയിട്ടെ, ശ്രുതിനെ അത് ഡിസൈൻ ചെയ്തതിന് ഞാൻ മുന്നത്തെ കൂടി പറഞ്ഞിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടി റോഡ് മുറിച്ച് കിടന്നത് അല്ലാതെ നല്ല സൗന്ദര്യ മത്സരത്തിന് പോകുമ്പോഴേ ഉള്ളൂ കേട്ടാ. എന്തായാലും ശ്രുതി ടീം അണിഞ്ഞൊരുങ്ങിയിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ശ്രുതി ടീമും നല്ല ഹാപ്പിയിലാണെങ്കിലും ഇവിടെ അശ്വതി ടീമും ഇച്ചിരി മുറുമുറുപ്പിലാന്നുള്ള കേട്ടാ. പക്ഷെ അവരത് പുറമേ കാണിച്ചില്ലേ. അപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് കേക്ക് കട്ടിങ് ആണ് കേട്ടാ. നമ്മൾ ക്രിസ്മസ് ആയാലും ബർത്ത്ഡേ ആയാലും ഓണായാലും വിഷയായാലും എപ്പോഴും കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടാ. ഒന്നുമില്ല, ഒരു മധുരം കഴിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണല്ല. അപ്പോൾ കേക്ക് കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൈയടിച്ച് കേക്ക് കട്ടിങ് നടന്നു കേട്ടാ. ഇനി കേക്ക് തീറ്റയാണ്. ചെറിയ കേക്ക് വാങ്ങിയിട്ടാ. എല്ലാവർക്കും ഒത്തുമില്ലാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ പാട് അടുത്തതൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ രണ്ടാമതും കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവർക്കും മുറിച്ച് കൊടുത്തേ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് വാങ്ങുന്നുണ്ടോന്നൊന്നും കേട്ടാ. ആർക്കും കേക്കിനോട് ഇപ്പം വലിയ താല്പര്യമില്ല കേട്ടാ. അധികമൊന്നും കഴിക്കുന്നില്ല. ലേഡീസ് എല്ലാം കൂടുതലും ഷുഗർ കട്ടാണ്. പക്ഷെ ബോയ്സിന് ആ പ്രശ്നമില്ല. എന്ത് ഷുഗർ എല്ലാവരും കിട്ടിയത് വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ പിന്നെ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മളെല്ലാവരും നേരത്തെ റോട്ടുമിലേക്ക് അങ്ങ് ഇറങ്ങിയേട്ടാ. നമ്മളെ ബസ് പോകുന്ന ആൾക്കാരും വണ്ടി പോകുന്ന ആൾക്കാരും കംപ്ലീറ്റ് നോക്കുന്നത് ജീസസ് ഗോളിലേക്കാണ്. കാരണം ഇവിടെ എന്തോ ഈ പരിപാടി എന്ന് വെച്ചിട്ട്. അപ്പോൾ വിഷുവിന് സെൽഫി എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സെൽഫി കൊള്ളുന്നില്ല, അതുകൊണ്ട് ദൂരത്തുനിന്ന് വീഡിയോ അങ്ങനെ നീട്ടി അങ്ങ് പിടിച്ച് എല്ലാവരെയും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽഫി എടുക്കലും കഴിഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും ഉള്ളിൽ കയറിയേട്ടാ. അപ്പോൾ ചെറിയൊരു ഗെയിം അന്താക്ഷരി അങ്ങനെ ഒന്ന് ആക്കാൻ തന്നെ വെച്ചിട്ടാണ് ഉള്ളിൽ കയറി പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം തുടങ്ങി നോക്കുമ്പോഴത്തേക്കോ അന്താക്ഷരിയില്ല, ഗെയിമില്ല, ഒന്നുമില്ല. എല്ലാവരും വർത്താനം പറയലും സെൽഫി എടുക്കലും കളിയായിട്ട് അങ്ങനെ കുറേ സമയം നീണ്ടു കേട്ടാ. നമ്മൾ ഓണത്തിന് കുറേ ഗെയിം സെറ്റ് ചെയ്യലുണ്ട്. സുന്ദരിക്ക് പൊട്ടിത്തൊടൽ, കസേരക്കളി, അങ്ങനെ കുറേ കളികളെ. ഇത് വിഷു വേണ്ടെന്ന് തോന്നുന്നു. ആർക്കും അതിനോട് വലിയ താല്പര്യം കാണുന്നില്ല കേട്ടാ. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല, വേറൊന്നുമല്ല, സമയം കുറേ കേട്ടാ. ഈ ഉള്ളിലെ ഒച്ചപ്പാടെല്ലാം കണ്ടിട്ടില്ല, പുറമേ നിന്ന് കസ്റ്റമർ ഉള്ളിൽ കയറൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ അങ്ങ് പോട്ടിരുന്നേ. നമ്മൾ സലൂണിലെ ലേഡീസെല്ലാം ഉണ്ടല്ലോ, ഇതുപോലെ വല്ല ആഘോഷം ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ജ്വല്ലറിയിലേക്ക് വരുത്തേ. പിന്നെ ജ്വല്ലറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, വേറൊന്നുമില്ല, ലേഡീസ് സലൂണാണ്.
അങ്ങോട്ടേക്ക് ബോയ്സിന് പ്രവേശനമില്ലേ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നതായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ കുറേ സമയം സംസാരിച്ച് നേരം കൂട്ടി നമ്മളെ സലൂണിലെ സുന്ദരികളൊക്കെ തിരിച്ച് നേരെ സലൂണിലേക്ക്. ജ്വല്ലറിയിലെ വിശ്വാഘോഷം കഴിഞ്ഞാട്ടാ. ഇനി രാത്രി പടക്കം പൊട്ടിക്കൽ ആഘോഷം. അത് നമ്മളെ വീട്ടിൽ നിന്നാണ്. നമ്മൾ വിജേഷൻ ജ്യോതിഷ വന്നേ. ബാക്കിയുള്ളവർക്കെല്ലാം വീട്ടിൽ കുറച്ച് തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. എല്ലാ വർഷവും ഉണ്ടല്ല വിഷുവിന് പടക്കം പൊട്ടിക്കുക. നമ്മളെ സെയിൽസ്മാൻമാരെല്ലാം കൂടി നമ്മളെ വീട്ടിൽ വരുക. ഞാൻ ഒരുപാട് പടക്കം വാങ്ങും. എല്ലാം കൂടി പൊട്ടിക്കൽ ഇവരാണ് കേട്ടോ. മക്കൾ കുഞ്ഞുമക്കളായതുകൊണ്ട് കൂടുതൽ ഈ കത്തുന്നതാ വാങ്ങലേട്ടാ. കാരണം ഈ വലിയ പടക്കത്തിൻ്റെ ഒച്ചയൊന്നും പിള്ളേർക്ക് ഇഷ്ടമല്ല, ഓക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് വലിയ പൊട്ടിക്കുന്ന പടക്കൊന്നും വാങ്ങില്ല. ഈ മോള് പോയിട്ട് പൊട്ടുന്ന സാധനം, പിന്നെ നിലച്ചക്രം, കമ്പിത്തിരി, പൂക്കിറ്റി, അങ്ങനെ കത്തുന്ന വെറൈറ്റീസ് കംപ്ലീറ്റ് വാങ്ങിട്ട. ഈ ചൈനീസിൻ്റെ എല്ലാ വെറൈറ്റിയും ഞാൻ വാങ്ങലുണ്ട്. കാരണം അത് നല്ല രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ശ്രുതി ഭയങ്കര പേടിയുടെ ആളാണ് കേട്ടാ. ഓക്ക് പടക്കം പൊട്ടുന്ന കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അടുക്കളയിലേക്ക് ഓടുക ചെയ്യുക. മക്കളെക്കാട്ടിയും പേടി ഓക്ക്. ഓൾ ഇങ്ങനത്തെ ചെറിയ കമ്പിത്തിരിയും നിലച്ചക്രെല്ലാം കത്തിച്ച് അങ്ങനെ ഒപ്പിക്കുക ചെയ്യുക. മക്കളെങ്ങനെയാണോ അതേപോലെ തന്നെ ശ്രുതിയും കേട്ടാ. വലുതായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ധൈര്യം എന്ന് പറയുന്ന സാധനമില്ല. പിന്നെ നമ്മളെ വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോഴല്ല ചുറ്റോടത്തെ വീട്ടിൽ നല്ല കുട്ടികൾ വരും കേട്ടാ. നമ്മൾ ചുറ്റും മുസ്ലിം വീടുകളാണ്. അവരുടെയൊക്കെ പടക്കം അങ്ങനെ പൊട്ടിക്കില്ല. പക്ഷേങ്കിൽ കുഞ്ഞുമക്കൾ വന്നിട്ട് ഇവിടുന്ന് പടക്കം പൊട്ടിക്കും. പിന്നെ പടക്കം വാങ്ങിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവർ പൊട്ടിക്കലാണ്. ഇവർക്ക് വേണ്ടി എല്ലാ കൊല്ലവും ഞാൻ പടക്കം വാങ്ങട്ടാ. അധികം വലിയ പടക്കം വാങ്ങില്ലേ. ആ ചെറിയ കാന്താരി എന്ന് പറയുന്ന സാധനമില്ലേ, അതാ വാങ്ങുക. അതാകുമ്പോൾ കൈമന്ന് പൊട്ടിയാലും പേടിക്കണ്ടല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പാക്കറ്റ് വാങ്ങും. മക്കൾ വന്നിട്ടാകുമ്പോൾ എല്ലാവർക്കും അങ്ങ് കൊടുക്കും. അവരെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പൊട്ടിച്ച് എൻജോയ് ചെയ്യും. അപ്പം നമ്മൾ പടക്കെല്ലാം പൊട്ടിച്ചതാണ് തീർന്നു കേട്ടാ. അപ്പം പടക്കം പൊട്ടിക്കൽ ആഘോഷം കഴിഞ്ഞ് ഇനി എല്ലാവരും കിടന്നുറങ്ങണം. രാവിലെ എണീച്ചിട്ട് കണി കാണലാണ് അടുത്ത പരിപാടി കേട്ടാ. രാവിലെ എണീച്ച് കണി കാണലുണ്ടല്ലോ, അതൊരു വേറെ തന്നെ വൈബാണ്. നമ്മൾ എണീച്ചപാട് കണ്ണ് തുറക്കാണ്ട് കണ്ണും പൂട്ടി വന്നിട്ട് ഇതാണ് കാണുക. നോക്കിയാട്ടെ, ഒരുപാട് വിധം പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ നമ്മളെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കണി കാണാൻ വേണ്ടി ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും ഇതാണ് കണി കാണേണ്ടത്. കാരണം ഇതൊക്കെ നമ്മുടെ ഭക്ഷണമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല.